അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മഹല്ലയിൽ ബൈഅനെ കുറിച്ച്, കച്ചവടത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈഅന് പ്രധാനമായും 3 റുക്കുനുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. 1 ആഖിദ്, 2 മഅഖൂദ് അലൈഹി, 3 സീഗ. സീഗ എന്നുള്ളത് ഈജാബും കബൂലും അടങ്ങുന്നതാണെന്നും ഈജാബിൻ്റെയും കബൂലിൻ്റെയും ഷർത്തുകൾ എന്തൊക്കെയാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് ആഖിദിനെ കുറിച്ചാണ്. ആഖിദ് എന്ന് പറഞ്ഞാൽ ഇടപാടുകാരൻ എന്നാണ് അർത്ഥം. ബായിനെ കുറിച്ചും മുഷ്തരിയെക്കുറിച്ചും, വിൽപ്പനക്കാരനെയും വാങ്ങിക്കുന്ന ആളെയും നമുക്ക് ആഖിദ് എന്ന് പറയാവുന്നതാണ്. അവനിൽ പാലിക്കേണ്ട നിബന്ധന ഒന്ന് ശ്രദ്ധിക്കുക. വ ഷർത്തുൽ ആഖിദി അൽ ബാഇ ഔ ഗൈരിഹി. ഓക്കെ, വിൽപ്പനക്കാരനാവട്ടെ അതല്ലാത്ത മുഷ്തരിയാവട്ടെ, ആഖിദിൻ്റെ നിബന്ധന എന്നുള്ളത് റുഷ്ദു, അവന് തൻ്റെടം ഉണ്ടാവലാണ്. റുഷ്ദ് എന്ന് പറഞ്ഞാൽ വഹുവ അയ്യിബ്ലുഗ, ആ മനുഷ്യൻ ബുലൂഗ് ആവലാണ്, പ്രായപൂർത്തിയാവലാണ്. മുസ്ലിഹല്ലി ദീനിഹി വമാലിഹി, തൻ്റെ ദീനിനെയും സമ്പത്തിനെയും നല്ല രീതിയിൽ നോക്കി നടത്തുന്നവനായ ഹാലിൽ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ദീനിൻ്റെ മുസ്ലിഹ എന്ന് പറഞ്ഞാൽ അദാലത്ത് നഷ്ടപ്പെടുന്ന രീതിയിൽ മഅസിയത്ത് ചെയ്യാത്തവൻ, തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തവൻ എന്നാണ് അർത്ഥം. അതായത് നിസ്കാരങ്ങൾ ധാരാളമായിട്ട് ഖളാ ആക്കുക, അല്ലെങ്കിൽ കള്ളുകുടിയനാവുക, വ്യഭിചാരിയാവുക എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഒരാളുടെ അദാലത്ത് നീക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ പരമാവധി നിസ്കാരങ്ങളൊക്കെ മുറ പോലെ നിർവഹിക്കുകയും കബീറത്തായിട്ടുള്ള തെറ്റുകളൊന്നും ചെയ്യാത്തവനായിരിക്കുക ചെയ്യുക എന്നുള്ളതാണ് മുസ്ലിഹുല്ലി ദീനിഹി എന്നുള്ളതിൻ്റെ ആശയം. ഓക്കെ, പിന്നെ മുസ്ലിഹല്ലി മാലിഹി എന്ന് പറഞ്ഞാലോ, തൻ്റെ സമ്പത്ത് നല്ല രീതിയിൽ ചെലവഴിക്കുന്ന, ഹറാമായ രീതിയിൽ ചെലവഴിക്കാതെ അല്ലെങ്കിൽ വെറുതെ സമ്പത്ത് നഷ്ടപ്പെടുത്താതെ നിൽക്കുന്നവനെ കുറിച്ചാണ് മുസ്ലിഹുല്ലി മാലിഹി എന്ന് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അല്ലാതെ ഹറാമിൽ ചെലവഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാര്യമില്ലാത്ത വസ്തുക്കളിൽ സമ്പത്ത് ചെലവഴിച്ചു നടക്കുന്നതിനെ കുറിച്ച് നമ്മൾ തബ്ദീർ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ തബ്ദീർ നടത്താത്ത, എന്നാൽ ദീനിയായ കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാളായിരിക്കണം ഇടപാട് നടത്തുന്ന ആൾ എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഫലാ യസിഹു അഖ്ദു സബിയ്യി വൽ മജ്നൂനി, ബാലിഗ് ആവാത്ത, പ്രായപൂർത്തിയെത്താത്ത കുട്ടിയുടെയും ബുദ്ധിയില്ലാത്ത മജ്നൂനിൻ്റെയും അഖ്ദുകൾ, ഇടപാടുകൾ ശരിയാകുന്നതല്ല എന്നുള്ളതുപോലെ വമൻ ബലഗ ഗൈറ മുസ്ലിഹി ദീനിഹി വമാലിഹി, തൻ്റെ ദീനിനും മാലിനും മുസ്ലിഹ് അല്ലാത്ത രീതിയിൽ ബുലൂഗെത്തിയവൻ്റെയും ഇടപാടുകൾ ശരിയാവുന്നതല്ല എന്നർത്ഥം. എന്നാൽ നഅം, പക്ഷേ മൻ ബലഗ മുസ്ലിഹല്ലഹുമ, ഒരാൾ ദീനിനെയും മാലിനെയും മുസ്ലിഹായ രീതിയിൽ ഒരാൾ ബുലൂഗെത്തി, അവന് പ്രായപൂർത്തിയായി, എന്നാൽ സുമ്മ ബദ്ദറ, പിന്നീട് അവൻ തബ്ദീർ കാണിച്ചു, തൻ്റെ മാലിനെ നല്ല രീതിയിൽ ചെലവഴിക്കാത്തവനായി എങ്കിൽ ഫഇന്നഹു, അപ്പോൾ അവൻ വഇൻ സഹ അഖ്ദുഹു ഖബ്ലൽ ഹജ്രി അലൈഹി, അവൻ്റെ മേൽ കണ്ടുകെട്ടുന്നതിന് മുമ്പായിട്ട് അവൻ്റെ അഖ്ദ് ശരിയായിരുന്നുവെങ്കിലും, ഓക്കെ, ഇങ്ങനെ ഒരാൾ തബ്ദീർ നടത്തുകയാണെങ്കിൽ, ആവശ്യമില്ലാത്ത രൂപത്തിൽ കാശ് ചെലവഴിക്കുകയാണെങ്കിൽ അവൻ്റെ സമ്പത്ത് കണ്ടുകെട്ടണം എന്നതാണ് ഇസ്ലാമിക കോടതി ചെയ്യുന്നത്. അതായത് അവൻ്റെ സമ്പത്ത് ചെലവഴിക്കാൻ മറ്റൊരു തൻ്റെടിയായ ഒരാളെ ഏൽപ്പിക്കുകയും ഇവന് അവൻ്റെ സമ്പത്തിൽ ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശം ഇല്ലാതിരിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഹജ്ർ ചെയ്യുക, കണ്ടുകെട്ടുക എന്ന് പറയാറുള്ളത്. ഏതായാലും ഇങ്ങനെ കണ്ടുകെട്ടുന്നതിന് മുമ്പ് അവൻ്റെ ഇടപാടുകളൊക്കെ ശരിയാണ് എങ്കിലും ലാ യസിഹു ബഅദഹു, അവൻ്റെ സമ്പത്തിൻ്റെ മേൽ കണ്ടുകെട്ടിയതിന് ശേഷം അവൻ്റെ അഖ്ദുകളൊന്നും ശരിയാവുന്നതല്ല, കാരണം അവൻ മുസ്ലിഹുല്ലി മാലിഹി ആയിട്ടില്ല എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇങ്ങനെ തൻ്റെ ഇടമുണ്ടാവുക എന്നുള്ള ഒരു ഷർത്ത് മാത്രമാണ് മുഹററിൽ ബഹുമാനപ്പെട്ട റാഫിഇ ഇമാം ആഖിദിൻ്റേതായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിലേക്ക് ബഹുമാനപ്പെട്ട നവവി ഇമാം ഏതാനും ചില ഷർത്തുകൾ കൂടി കൂട്ടിച്ചേർക്കുന്നു. ഖുൽതു വല്ലാഹു അഅലം എന്നുള്ളൊരു പദപ്രയോഗം നമുക്കിവിടെ കാണാവുന്നതാണ്. ഒന്ന് നോക്കുക. ഖുൽതു, ഞാൻ പറയുന്നു, അതായത് മുഹററിൽ ഇല്ലാത്ത കാര്യം മിൻഹാജിൽ നവവി ഇമാം ചേർത്ത് കൊടുക്കുകയാണ് എന്നർത്ഥം. ഓക്കെ, എന്താണ് ചേർത്തി കൊടുക്കുന്ന നിബന്ധന? വഅദമുൽ ഇക്റാഹി ബിഗൈരി ഹഖ്ഖിൻ, യാതൊരു അവകാശവും കൂടാതെ നിർബന്ധിക്കപ്പെടാതിരിക്കലുമാണ്. അതായത് ഈ ബായിനെയോ മുഷ്തരിയെയോ യാതൊരു അവകാശവും കൂടാതെ മറ്റൊരാൾ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് അവൻ കച്ചവടം നടത്തുന്നത് എങ്കിൽ അത് ശരിയാകുന്നതല്ല എന്നർത്ഥം. അതായത് ഫലാ യസിഹു അഖ്ദുൽ മുക്റഹി ഫീ മാലിഹി ബിഗൈരി ഹഖ്ഖിൻ, യാതൊരു അവകാശവും കൂടാതെ സ്വന്തം സമ്പത്തിലായിട്ട് മുക്റഹാക്കപ്പെടുന്ന, അത് വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ നിർബന്ധിക്കപ്പെടുന്ന ഒരാളുടെ അഖ്ദ് ശരിയാകുന്നതല്ല എന്നർത്ഥം. ഓക്കെ, എന്നാൽ ഇതിൻ്റെ ഒരു മഫ്ഹൂം നമുക്ക് മനസ്സിലാക്കാം. വയസിഹു ബിഹഖ്ഖിൻ, ഓക്കെ, എന്തെങ്കിലും ഒരു അവകാശം കൊണ്ടാണ് ഇവൻ എന്ത് ചെയ്യപ്പെടുന്നത്,
നിർബന്ധിക്കപ്പെടുന്നത് എങ്കിൽ അവൻ്റെ ഇടപാട് ശരിയാകുന്നതാണ്. ഉദാഹരണത്തിന് സെയ്ദിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, സെയ്ദ് അംറിനിക്ക് കുറച്ച് കാശ് കടമായിട്ട് വീട്ടാനുണ്ട്, 100 രൂപ വീട്ടാനുണ്ട്. പക്ഷേ സെയ്ദ് എന്ത് ചെയ്യുന്നില്ല, തൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് വീട്ടുന്നില്ല, സമയമായിട്ടൊന്നും വീട്ടുന്നില്ല. ഈ അവസരത്തിൽ അംർ ഇസ്ലാമിക കോടതിയെ സമീപിച്ചാൽ എന്തു ചെയ്യും? ഇസ്ലാമിക കോടതിയുടെ ഭരണാധികാരി സെയ്ദിൻ്റെ ഏതെങ്കിലും ഒരു സമ്പത്ത് വിറ്റുകൊണ്ട് ആ വിറ്റ കാശ്, അതിൽ നിന്നുള്ള 100 രൂപ അംറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഹാക്കിം ഒരു ഭരണാധികാരി സെയ്ദിനെ നിർബന്ധിപ്പിക്കുകയാണെങ്കിൽ, അത് സെയ്ദ് വിറ്റ് കാശ് ഏൽപ്പിക്കുകയാണെങ്കിൽ ആ വിൽപ്പന അവിടെ ശരിയാവുന്നതാണ്. കാരണം സെയ്ദ് ഇവിടെ നിർബന്ധിക്കപ്പെടുന്നത് അവകാശമുള്ളത് കൊണ്ടാണ് എന്നർത്ഥം. ഓക്കെ, അംറിനുള്ള കാശ് കൊടുക്കാത്തതിനാൽ ഭരണാധികാരി നിർബന്ധിപ്പിച്ചതാണ് എന്നുള്ളതുപോലെ നമുക്ക് സ്ഥലം കച്ചവടത്തെക്കുറിച്ചറിയാം. ഓക്കെ, സ്ഥലം കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇന്നാലിന്ന സാധനം മറ്റൊരാൾക്ക് നൽകാമെന്നുള്ള വ്യവസ്ഥയിൽ കാശ് ഇപ്പോൾ തന്നെ വാങ്ങുന്നതിനെ കുറിച്ചാണ് നമ്മൾ സ്ഥലം കച്ചവടം എന്ന് പറയുന്നത്. അവധി കച്ചവടം എന്നൊക്കെ പറയും. ഓക്കെ, ഏതായാലും സെയ്ദ് അംറിൽ നിന്നും കുറച്ച് കാശ് വാങ്ങി എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് പറഞ്ഞു, അടുത്ത ജനുവരിക്ക് നിനക്ക് ഒരു ഫോൺ ഞാൻ നൽകിക്കോളാം എന്ന് പറഞ്ഞു. അതായത് സെയ്ദും അംറും തമ്മിൽ സ്ഥലം കച്ചവടം നടത്തി. എന്നാൽ പിന്നീട് ജനുവരി ആയിട്ടും സെയ്ദ് എന്ത് നൽകുന്നില്ല, ആ ഫോൺ നൽകുന്നില്ല എങ്കിൽ പിന്നീട് ആ ഭരണാധികാരിക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? ഈ സെയ്ദിൻ്റെ എന്തെങ്കിലും ഒരു സമ്പത്ത് വിറ്റുകൊണ്ട് അതിൻ്റെ കാശിനൊരു ഫോൺ വാങ്ങിയിട്ട് അത് അംറിന് നൽകാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ഈ അവസരത്തിൽ ൊക്കെ ഒരു ഭരണാധികാരി സെയ്ദിനെ നിർബന്ധിക്കുകയാണെങ്കിൽ അവന് എന്തെങ്കിലും ഒരു സമ്പത്ത് വിറ്റാൽ ആ ഇക്റാഹും ഹക്കോട് കൂടെയുള്ള, അതായത് അവകാശം ഉണ്ടായിട്ടുള്ള ഇക്റാഹാണ്. അത്തരം ബൈഉകളൊക്കെ ശരിയാകുന്നതാണ് എന്നർത്ഥം. അതാണ് ഇനി പറയുന്നത് വയസ്യഹു ബിഹഖ്ഖിൻ, അവകാശം കൊണ്ടുള്ള ഇക്റാഹ് ശരിയാകുന്നതാണ്. ഖാല ഫി റൗളത്തി, റൗളയിൽ ബഹുമാനപ്പെട്ട നവവി ഇമാം പറയുന്നുണ്ട്. എങ്ങനത്തെ റൗളയാണ്? അൽ മസീദ് ഫിഹാ ഹാദ ഷർതു, ഈ അദമുൽ ഇക്റാഹി ബിഗൈരി ഹഖ്ഖിൻ എന്നുള്ള ഈ നിബന്ധന റൗളയിൽ അധികരിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള റൗളയിൽ നവവി ഇമാം പറയുന്നു. എന്താണ് ഇനി പറയുന്നതെന്ന് വെച്ചാൽ ഹക്കോടുകൂടെയുള്ള ഇക്റാഹിനുള്ള ഉദാഹരണമാണ് പറയുന്നത്. എന്താണ് ഉദാഹരണം? ബി അൻ തവജ്ജഹ അലൈഹി, ഓക്കെ, ഒരാൾക്കെതിരായിട്ട് നേരിട്ടു ബൈഉ മാലിഹി, അവൻ്റെ സമ്പത്ത് വിൽക്കണം എന്നുള്ളത് ലി വഫാഇദൈനിൻ, അവൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ സെയ്ദ് അംറിനിക്ക് കടം വീട്ടാനുണ്ട്. ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യാണ്? ഹാക്കിം ഇയാൾ നിർബന്ധിക്കുകയാണ് തൻ്റെ സമ്പത്ത് വിൽക്കാൻ വേണ്ടിയിട്ട്. ഔ ഷിറാഇ മാലിൻ ഉസ്ലിമ ഇലൈഹി ഫീഹി, ഔ ഷിറാഇ മാലിൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്പത്ത് വാങ്ങാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഉദാഹരണത്തിൽ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട്. എങ്ങനത്തെ ഫോണാണത്? ഉസ്ലിമ ഇലൈഹി ഫീഹി, ആ ഫോണിൻ്റെ വിഷയത്തിൽ അവനിലേക്ക് സ്ഥലം കച്ചവടം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അംർ ഇവന് കാശ് നൽകിയിട്ടുണ്ട് ആദ്യം തന്നെ. അത്തരത്തിലുള്ളൊരു ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരാളിലേക്ക് തൻ്റെ സമ്പത്ത് വിൽക്കണമെന്ന് നേരിടുന്നത് പോലെ. ഫഅക്റഹുൽ ഹാക്കിമു അലൈഹി, ആ അവസരത്തിൽ ഭരണാധികാരി അങ്ങനെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് അവനെ നിർബന്ധിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള നിർബന്ധങ്ങളൊക്കെ അവകാശത്തോടു കൂടെയുള്ള ഇക്റാഹാണ്. അത്തരത്തിലുള്ള ഇക്റാഹു കൊണ്ടുള്ള കച്ചവടങ്ങൾ ശരിയാകുന്നതുമാണ് എന്നർത്ഥം. ഓക്കെ, ഇൻതഹ, റൗളയിൽ നിന്നുള്ള കോട്ട് ചെയ്ത നഖൽ ഇതോടുകൂടെ അവസാനിച്ചു. ഇനി വലോ ബഅ മാല ഗൈരിഹി ബി ഇക്റാഹിഹി അലൈഹി, ഇനി ഒരാൾ എന്ത് ചെയ്യാണ്? ഉദാഹരണത്തിന് സെയ്ദിനോട് അംർ നിർബന്ധിക്കുകയാണ് അംറിൻ്റെ ഫോൺ വിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അംറിൻ്റെ നിർബന്ധം മൂലം സെയ്ദ് അംറിൻ്റെ ഫോൺ വിൽക്കുകയാണെങ്കിൽ അത് ശരിയാകുന്നതാണ്. കാരണം അംറിൻ്റെ ഫോൺ തന്നെയാണല്ലോ വിൽക്കുന്നത്. വലോ ബഅ മാല ഗൈരിഹി, ഒരാൾ മറ്റൊരാളുടെ സമ്പത്ത് വിൽക്കുകയാണെങ്കിൽ ബി ഇക്റാഹിഹി അലൈഹി, വിൽക്കണമെന്ന മറ്റേയാളുടെ സമ്മർദ്ദം മൂലമാണെങ്കിൽ സ്വഹ, ആ വിൽപ്പന അവിടെ ശരിയാകുന്നതാണ്. ഖാലഹുൽ ഖാളി ഹുസൈൻ, ഖാളി ഹുസൈൻ തങ്ങളാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഏതുപോലെ എന്നാൽ ഒരാൾ സ്വന്തം ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ വേണ്ടി മറ്റൊരാളെ നിർബന്ധിപ്പിച്ചുവെന്ന് കരുതുക. അങ്ങനെ ആ നിർബന്ധം മൂലം അയാൾ ത്വലാഖ് ചൊല്ലുകയാണ് എങ്കിൽ ആ ത്വലാഖ് അവിടെ സംഭവിക്കും എന്നുള്ളതാണ് പ്രബല വീക്ഷണം. ഉദാഹരണത്തിന് ഖാലിദ് തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ വേണ്ടിയിട്ട് ഖാസിമിനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ആ നിർബന്ധം മൂലം ഖാസിം ഖാലിദിൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ അത് ത്വലാഖായി സംഭവിക്കും എന്നുള്ളതാണ് സ്വഹീഹായിട്ടുള്ള വീക്ഷണം. അതുപോലെ തന്നെയാണ് ബൈഅന്റെ വിഷയത്തിലും എന്നർത്ഥം. ഒന്ന് ശ്രദ്ധിക്കുക, സ്വഹ, ഈ ബൈ അവിടെ ശരിയാവുന്നതാണ്. ഏതുപോലെ? കസ്സഹീഹി ഫീമൻ ത്വല്ലഖ സൗജത ഗൈരിഹി, മറ്റൊരാളുടെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയിട്ടുള്ള ഒരാളുടെ വിഷയത്തിലുള്ള സ്വഹീഹായ അഭിപ്രായം പോലെ. ബി ഇക്റാഹിഹി അലൈഹി, ആ ഗൈർ ത്വലാഖ് ചൊല്ലാൻ വേണ്ടി നിർബന്ധിപ്പിച്ചതു കാരണത്താൽ എന്ത് ചെയ്യാണ്?
അയാൾ ത്വലാഖ് ചൊല്ലിയതാണ്. അവൻ്റെ വിഷയത്തിലുള്ള സ്വഹീഹായ അഭിപ്രായം എന്താ? അന്നഹു യഖഉ ത്വലാഖു, ഈ ഒരു ത്വലാഖ് സംഭവിക്കുന്നതാണ്. കാരണം ലി അന്നഹു, കാരണം ഇങ്ങനെ ഇക്റാഹ് ചെയ്യുക എന്നുള്ളത് അബ്ലഗു ഫിൽ ഇദ്നി, ഇയാളുടെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാനുള്ള സമ്മതത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും എന്തായതാണ്? അബലഗായതാണ്, കൂടുതൽ ശക്തിയുള്ളതാണ് എന്നർത്ഥം. ഓക്കെ, അതായത് ഒരാൾ മറ്റൊരാൾക്ക് എന്തിനുള്ള സമ്മതം നൽകുകയാണ്? തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാനുള്ള സമ്മതം നൽകുകയാണ് എങ്കിൽ അവിടെ ത്വലാഖ് ചൊല്ലിയാൽ അത് സംഭവിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ത്വലാഖ് ചൊല്ലാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ നിർബന്ധിക്കുന്നത് ഇതിൻ്റെ വിഷയത്തിൽ കൂടുതൽ ശക്തി ആർജിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ത്വലാഖ് ചൊല്ലിയാൽ ആ ത്വലാഖ് സംഭവിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബൈഉം എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഒരു കാഫിറായിട്ടുള്ള മനുഷ്യനാണ് എങ്കിൽ അദ്ദേഹത്തിന് മുസ്ഹഫോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളായിട്ടുള്ള അടിമയോ അല്ലെങ്കിൽ ഹദീസിൻ്റെ കിതാബുകളോ വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. വലാ യസ്ഹു ഷിറാഉൽ കാഫിരിൽ മുസ്ഹഫ വ കുതുബൽ ഹദീസി വൽ മുസ്ലിമ ഫിൽ അൽഹരി. ഓക്കെ, അൽഹറായിട്ടുള്ള അഭിപ്രായ പ്രകാരം ഒരു കാഫിറായ മനുഷ്യൻ മുസ്ഹഫ് വാങ്ങുന്നതും ഹദീസിൻ്റെ കിതാബുകൾ വാങ്ങുന്നതും മുസ്ലിമായിട്ടുള്ള അടിമയെ വാങ്ങുന്നതും ശരിയാകുന്നതല്ല. ഓക്കെ, അദ്ദേഹം വാങ്ങുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ കാഫിറിന് ഇത്തരത്തിലുള്ള വസ്തുക്കൾ വിൽപ്പന ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അതിൻ്റെ കാരണം ലിമാ ഫീ മിൽക്കിഹി ലിൽ അവ്വലൈനി മിനൽ ഇഹാനത്തി, കാരണം ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ മുസ്ഹഫ്, കുതുബുൽ ഹദീസ് ഇവയെല്ലാം ഈ കാഫിർ ഉടമപ്പെടുത്തുകയാണ് എങ്കിൽ അതിലുണ്ടാകും മിനൽ ഇഹാനത്തി, അദ്ദേഹം നിസ്സാരവൽക്കരിക്കുന്നതുണ്ടാകും. അതായത് ഒരു മുഅ്മിനായിട്ടുള്ള മനുഷ്യൻ മുസ്ഹഫിനെയും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളെയും ബഹുമാനിക്കുന്നത് പോലെ ഒരു കാഫിറിന് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് അവർക്കിത് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. എന്നുള്ളതുപോലെ വലിസാലിസി, മൂന്നാമത്തതിനെ, അതായത് മുസ്ലിമായിട്ടുള്ള അടിമയെ ഈ കാഫിർ ഉടമപ്പെടുത്തുന്നതിലുണ്ട് മിനൽ ഇദ്ലാലി, ആ മുസ്ലിമിനെ നിന്ദിക്കുന്നത് ഉണ്ട് എന്നർത്ഥം. വഖദ് ഖാല തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വലൻ യജഅലല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീല, വലൻ യജഅലല്ലാഹു, തീർച്ചയായിട്ടും അല്ലാഹു തആല ആക്കുകയില്ല, ലിൽ കാഫിരീന കാഫിരീങ്ങൾക്കാക്കുകയില്ല, അലൽ മുഅ്മിനീന സബീല മുഅ്മിനീങ്ങൾക്ക് മേൽ ഒരു മാർഗവും അല്ലാഹു തആല ആക്കുകയില്ല. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു കാര്യം മുഅ്മിനീങ്ങൾ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ അടിമയെ കാഫിറിന് വിൽപ്പന നടത്താൻ പാടില്ല, കാരണം അതിൽ ഇദ്ലാൽ വരുന്നു. ഇപ്പോൾ നമ്മൾ അൽഹറായിട്ടുള്ള അഭിപ്രായമാണല്ലോ പറഞ്ഞത്. എന്നാൽ അൽഹറിൻ്റെ സാനി പറയുന്നത് വസാനി യസ്ഹു, ആ ഷിറാ അവിടെ ശരിയാകുന്നതാണ്. എന്നാൽ വയുഅ്മറു ബി ഇസാലത്തിൽ മിൽക്കി അൻ കുല്ലി മിന സലാസത്തി, എന്നാൽ ഈ മൂന്നെണ്ണത്തിൽ നിന്നുള്ള ഓരോന്നിനെ തൊട്ടും തൻ്റെ മിൽക്ക് നീക്കണം എന്നുള്ള വിഷയത്തിൽ ഒരു കാഫിർ കൽപ്പിക്കപ്പെടണം. അഥവാ കാഫിർ ഇത് വാങ്ങുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും ആ സാധനം തിരിച്ചു വാങ്ങി കാശ് തിരികെ നൽകണം എന്നതാണ് അൽഹറിൻ്റെ സാനി പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വഫിർ റൗളതി കാസുലിഹ, റൗളയിൽ നബവി ഇമാം പറയുന്നുണ്ട്, അസ്ലു റൗളയായിട്ടുള്ള ഷറഹുൽ കബീറിൽ റാഫിഈ ഇമാമും പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? തസ്ഹീഹു ത്വരീഖിൽ ഖത്ഇ ബിൽ അവ്വലി ഫിൽ അവ്വലൈനി, ആദ്യത്തെ രണ്ടെണ്ണത്തിൽ, അതായത് മുസ്ഹഫ്, കുതുബുൽ ഹദീസ് എന്നീ രണ്ട് വിഷയങ്ങളിൽ ഒന്നാമത്തെ അഭിപ്രായം കൊണ്ടുള്ള ഖത്ഇൻ്റെ ത്വരീഖിനെ സ്വഹീഹാക്കുന്നുണ്ട് എന്നർത്ഥം. നമുക്ക് ത്വരീഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവുന്നതാണ്. ത്വരീഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം പണ്ഡിതന്മാർ എന്ത് പറയും? ഒരു വിഷയത്തിൽ ഷാഫിഈ ഇമാമിന് ഒരൊറ്റ ഖൗല് മാത്രമേ ഉള്ളൂ എന്ന് പറയും അല്ലേ? എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ എന്ത് പറയും? ഒരു വിഷയത്തിൽ ഷാഫി ഇമാമിന് 2 ഖൗലുകളുണ്ട് അല്ലെങ്കിൽ 3 ഖൗലുകളുണ്ട് എന്ന് പറയും. ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്കാണ് നമ്മൾ ത്വരീഖ് എന്ന് പറയാം. ഒറ്റ ത്വരീഖ്, ഒറ്റ ഖൗലേ ഉള്ളൂ എന്നുള്ള ആ ത്വരീഖിനെ കുറിച്ചാണ് നമ്മൾ ത്വരീഖുൽ ഖത്ഇ എന്ന് പറയുന്നത്. 2ഓ അതിലധികമോ അഭിപ്രായങ്ങളുണ്ട്, ഖൗലുകളുണ്ട് എന്ന് പറയുന്ന ത്വരീഖിനെ കുറിച്ചാണ് നമ്മൾ ത്വരീഖുൽ ഖിലാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ റൗളയിലും അസ്ലു റൗളയിലും ഉണ്ട് തസ്ഹീഹു ത്വരീഖിൽ ഖത്ഇ ബിൽ അവ്വലി, ഒന്നാമത്തെ അഭിപ്രായം കൊണ്ടുള്ള ത്വരീഖുൽ ഖത്ഇനെ സ്വഹീഹാക്കുന്നുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം എന്താണ്? ഇവ ഷിറാ നടത്തൽ ശരിയാവുകയില്ല എന്നാണല്ലോ. ഈ ശരിയാവുകയില്ല എന്നുള്ള ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്നുള്ള ത്വരീഖുൽ ഖത്ഇനെയാണ് റൗളയിലും അസ്ലു റൗളയിലും സ്വഹീഹാക്കുന്നത് ഫിൽ അവ്വലൈനി, ആദ്യത്തെ രണ്ടെണ്ണത്തിൽ, അതായത് മുസ്ഹഫിലും കുതുബുൽ ഹദീസിൻ്റെ വിഷയത്തിലും. ഓക്കെ, എന്നാൽ മുസ്ലിമിനെ ഉടമപ്പെടുത്തുന്ന വിഷയത്തിൽ ത്വരീഖുൽ ഖത്ഇനെ സ്വഹീഹാക്കുന്നില്ല. അതായത്
ഈ മുസ്ലിമിനെ ഉടമപ്പെടുത്തുന്ന വിഷയത്തിൽ അവിടെ രണ്ടഭിപ്രായങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ് റൗളയിലും മുസ്ലിം റൗളയിലും ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മുസ്ഹഫ് കുത്തുബുൽ ഹദീസ് എന്നുള്ളതിന് ഒരു രൂപത്തിലും മുസ്ലിമിനെ മറ്റൊരു രൂപത്തിലും പരിഗണിച്ചത്? വൽ ഫർഖു, അതിനുള്ള വ്യത്യാസം എന്താ? അന്നൽ അബദ, തീർച്ചയായിട്ടും മുസ്ലിമായിട്ടുള്ള അടിമ യുംകിനുഹുൽ ഇസ്തിഗാസത്തു, അവന് സഹായം തേടൽ സാധ്യമാണല്ലോ. വദഫ്ഉൽ ദുല്ലി അൻ നഫ്സിഹി, സ്വന്തം നഫ്സിനെ തൊട്ട് ഈ നിന്യത തട്ടി മാറ്റാനും അവന് സാധ്യമാണല്ലോ. അതായത് ഒരു കാഫിർ അവനെ വാങ്ങുകയാണെങ്കിൽ തന്നെ അവൻ എന്തു ചെയ്യാം? മറ്റൊരു മുഅ്മിനിനോട് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞ് മറ്റൊരാളോട് സഹായം തേടാനും തൻ്റെ നിന്യത അകറ്റാനും സാധിക്കുമല്ലോ. എന്നാൽ മുസ്ഹഫും കുതുബും ഹദീസും അങ്ങനെയല്ലല്ലോ എന്നുള്ള രൂപത്തിലാണ് ഇവിടെ ആ രണ്ടെണ്ണത്തിൻ്റെയും ഇടയിൽ ഒരു ഇഖ്തിലാഫ് വന്നിട്ടുള്ളത് എന്നർത്ഥം. നമ്മളിപ്പോൾ പഠിച്ചു, അൽഹറായ അഭിപ്രായ പ്രകാരം ഒരു മുസ്ലിമായ അടിമയെ കാഫിർ വാങ്ങിയാൽ അത് ശരിയാവുകയില്ല. ഇല്ല അയ്യഅ്തിഖാലിഹി, ആ കാഫിറിൻ്റെ മേൽ ആ മുസ്ലിമായ അടിമ മോചിതനായാലല്ലാതെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ സ്വന്തം ഉപ്പയെയോ മകനെയോ അടിമയായിട്ട് വാങ്ങുകയാണെങ്കിൽ ആ വാങ്ങലോടുകൂടെ തന്നെ അവൻ സ്വതന്ത്രനാണ്, ആ അടിമ സ്വതന്ത്രനാണ് എന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു കാഫിറായിട്ടുള്ള വ്യക്തിയുണ്ട്, ആ കാഫിറിൻ്റെ മകൻ മുസ്ലിമായിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. ഈ മുസ്ലിം അടിമയായതിന് ശേഷം ഈ കാഫിറായിട്ടുള്ള വ്യക്തി അവനെ വാങ്ങുകയാണ് എങ്കിൽ ആ വാങ്ങലോടുകൂടെ ആ മുസ്ലിം സ്വതന്ത്രനാണ്, അല്ലേ? സ്വന്തം ഉപ്പയാണ് അവനെ വാങ്ങുന്നത് എന്നർത്ഥം. അത്തരം അവസരങ്ങളിൽ എന്ത് ചെയ്യാവുന്നതാണ്? ഒരു കാഫിർ മുസ്ലിമിനെ വാങ്ങിയാൽ അത് ശരിയാവുന്നതാണ്. അതാണ് ഇല്ലാ അയ്യഅ്തിഖാലിഹി, ആ കാഫിറിൻ്റെ മേൽ ആ മുസ്ലിം സ്വതന്ത്രനായിട്ടല്ലാതെ, കഅബീഹി അവിബ്നിഹി, ആ കാഫിറിൻ്റെ ഉപ്പയെപ്പോലെ അല്ലെങ്കിൽ മകനെ പോലെ. ഫയസ്യഹു ബിർറഫ്ഇ, റഫ്ഉ എടുത്തുകൊണ്ട് ഫയസ്യഹു എന്നാണ് വായിക്കേണ്ടത്. ശിറാഉഹു ഫിൽ അസഹി, അസഹായിട്ടുള്ള അഭിപ്രായ പ്രകാരം അങ്ങനെ വാങ്ങുമ്പോൾ ഈ കാഫിർ ഈ അടിമയെ വാങ്ങുന്നത് ശരിയാകുന്നതാണ്. ലിൻതിഫാഇ ഇദ്ലാലിഹി ബിഅദമി ഇസ്തിഖറാറി മിൽക്കിഹി, ആ കാഫിറിൻ്റെ ഉടമസ്ഥാവകാശം നിലനിൽക്കാത്തതു കാരണത്താൽ ആ മുസ്ലിമിനെ ഇദ്ലാൽ ചെയ്യുന്ന, അവനെ നിന്ദിക്കുന്ന കാര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് അതിന് കാരണം. ഓക്കെ, എന്നാൽ ഇവിടെയും സാനിയായിട്ടുള്ള അഭിപ്രായം പറയുന്നത് ലാ യസ്യഹു, ഇങ്ങനെ ഇഅ്തിഖ് ചൊല്ലപ്പെടും എന്നുണ്ടെങ്കിലും ആ ശിറാ ശരിയാവുന്നതല്ല. കാരണം ലി അന്നഹു ലാ യഖ്ലു അൻ ഇദ്ലാലിൻ, ഇങ്ങനെ യാലും ഒരു കാഫിറാണല്ലോ തന്നെ മേടിച്ചിട്ടുള്ളത് എന്നുള്ള നിന്യത ആ മുസ്ലിമിനുണ്ടാകും. നിന്യതയെ തൊട്ടവൻ ഒഴിവാകുന്നതല്ല, അതുകൊണ്ട് ഈ ശിറാ ശരിയാവുന്നതല്ല എന്നാണ് സാനിക്കാര് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വലാ ശിറാഉൽ ഹർബി സിലാഹൻ എന്നുള്ളതുപോലെ ഹർബിയായിട്ടുള്ള കാഫിർ എന്ത് വാങ്ങുന്നതും ആയുധങ്ങൾ വാങ്ങുന്നതും ശരിയാകുന്നതല്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു ഇസ്ലാമിക ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ പാർക്കുന്ന കാഫിരീങ്ങളെ നമുക്ക് രണ്ടെണ്ണമാക്കി തരംതിരിക്കാം. ഒന്ന് ദിമ്മിയായിട്ടുള്ള കാഫിറും രണ്ട് ഹർബിയായ കാഫിറും. ദിമ്മിയായ കാഫിർ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ മുസ്ലിം ഭരണാധികാരികളുടെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന, അവർക്ക് ജിസിയ നൽകി ജീവിക്കുന്ന ആളെക്കുറിച്ചാണ് നമ്മൾ ദിമ്മിയായ കാഫിർ എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ മുസ്ലിമീങ്ങളാകുമ്പോൾ അവർക്കുള്ള സമ്പത്തിൻ്റെ സകാത്ത് ഗവൺമെൻറ്റിന് നൽകാറുണ്ട്, പാവപ്പെട്ടവർക്ക് വീതിക്കാൻ വേണ്ടിയിട്ട് ആമിലീങ്ങൾക്ക് നൽകാറുണ്ട്. അപ്പോൾ അതിന് ബദലായിട്ട് മുസ്ലിം ഗവൺമെൻറ് കാഫിരീങ്ങളുടെ മേൽ ചുമത്തുന്ന ഒരു കാര്യമാണ് ജിസിയ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജിസിയ ഒക്കെ ഇസ്ലാമിക ഗവൺമെൻറ്റിന് അടക്കുകയും നമുക്കതിനെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ ടാക്സ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ടാക്സ് നൽകിക്കൊണ്ട് ജീവിക്കുന്ന കാഫിര്യങ്ങൾ, മുസ്ലിം ഗവൺമെൻറ്റിനനുസരിച്ച് ജീവിക്കുന്ന, നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്ന കാഫിര്യങ്ങൾക്കാണ് നമ്മൾ ദിമ്മിയായ കാഫിർ എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുകയും എന്നാൽ തരം കിട്ടിയാലൊക്കെ മുസ്ലിമീങ്ങളെ ആക്രമിക്കുവാനും യുദ്ധത്തിന് കോപ്പ് കൂട്ടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഫിര്യങ്ങൾക്കാണ്, ജിസിയയൊന്നും നൽകാതെ ജീവിക്കുന്ന കാഫിര്യങ്ങൾക്കാണ് നമ്മൾ ഹർബിയായ കാഫിർ എന്ന് പറയുന്നത്. ഇപ്രകാരം തരം കിട്ടുന്നതിനനുസരിച്ച് മുസ്ലിമീങ്ങൾക്കെതിരെ തിരിയാൻ നിൽക്കുന്ന ഹർബിയായ കാഫിര്യങ്ങൾക്ക് സിലാഹ് വിറ്റാലും യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ വിറ്റാലും അത് ശരിയാകുന്നതല്ല എന്നാണ് അടുത്തത് പറയുന്നത്. വലാ ശിറാഉൽ ഹർബി സിലാഹൻ. ഓക്കെ, ഇത്തരത്തിലുള്ള ഹർബിയായ കാഫിറിനക്ക് സിലാഹ് വിറ്റാൽ, ആയുധങ്ങൾ വിറ്റാൽ അതും ശരിയാകുന്നതല്ല. വല്ലാഹു അഅലം. ഓക്കെ, വല്ലാഹു അഅലം എന്നുള്ളത് ഖുൽതു എന്നുള്ളതിൻ്റെ അവസാനമാണ്. അതായത് ഇത്രയും കാര്യങ്ങളാണ് മുഹററിലില്ലാത്ത കാര്യം മിൻഹാജിൽ നബവി ഇമാം ചേർത്തി കൊടുത്തുന്നത് എന്നർത്ഥം. കമാ ദക്കറഹു റാഫിഈ ഫി ശർഹി ഫിൽ മനാഹി. ഓക്കെ, പാടില്ലാത്ത മനാഹി എന്ന് പറഞ്ഞാൽ പാടില്ലാത്ത ബൈഉകൾ എന്നർത്ഥം. അപ്പോൾ പാടില്ലാത്ത ബൈഉകളിലായിട്ട് ഷറഹുൽ കബീറിൽ ബഹുമാനപ്പെട്ട റാഫിഈ ഇമാം പറഞ്ഞതുപോലെ തന്നെ ഒരു
ഹർബിയായ കാഫിറിനക്ക് സിലാഹ് വിൽക്കുന്നതും ശരിയല്ല. കാരണം എന്താ? ലിഅന്നഹു യസ്തഈനു ബിഹി അലാ ഖിതാലിന, കാരണം അത്തരം സിലാഹ് കൊണ്ട് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ അവൻ സഹായം തേടാനുള്ള സാധ്യതയുണ്ടല്ലോ. ബിഖിലാഫി ദിമ്മിയി, ദിമ്മിയായ കാഫിറിനെതിരായിട്ട്. അപ്പോൾ അവന് ഇത് വിൽക്കാവുന്നതാണ്, സിലാഹുകൾ വിൽക്കാവുന്നതാണ്. കാരണം ഫഇന്നഹു ഫീ ഖബലത്തിന, അവർ നമ്മുടെ തന്നെ കൈപ്പിടിയിൽ ഉള്ളവനാണല്ലോ, നമ്മളെ അംഗീകരിച്ച് ജീവിക്കുന്നവനാണല്ലോ എന്നുള്ളത് കൊണ്ട് ദിമ്മിയായ കാഫിറിന് സിലാഹ് വിൽക്കാവുന്നതാണ്, ശരിയാവുന്നതാണ്. വബി ഖിലാഫി ഗൈരി സിലാഹി, നമ്മളിപ്പോൾ പറഞ്ഞത് സിലാഹ് വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സിലാഹ് അല്ലാത്തതിനൊക്കെ എതിരായിട്ട്, യുദ്ധക്കോപ്പുകൾ അല്ലാത്തത് ഈ ദിമ്മിയ ഹർബിയായിട്ടുള്ള കാഫിര്യങ്ങൾക്കൊക്കെ വിൽക്കാവുന്നതാണ്. അത് എങ്ങനെയായാലും വേണ്ടില്ല. മിമ്മായത്ത അത്താ മിൻഹു, അത്തരത്തിലുള്ള സിലാഹുകൾ ഉണ്ടായിത്തീരുന്ന കാര്യങ്ങളായാലും വേണ്ടില്ല. കൽ ഹദീദി, ഇരുമ്പിനെ പോലെ. നമുക്കറിയാം വാള്, പരിച പോലത്തെ കാര്യങ്ങളൊക്കെ ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇരുമ്പ് പോലത്തെ ഗൈറു സിലാഹ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത്തരം കാര്യങ്ങൾ ഹർബിയായ കാഫിറിന് വിൽറ്റാൽ അത് ശരിയാകുന്നതാണ് എന്നർത്ഥം. കാരണം ഫഇന്നഹു, കാരണം കാര്യം ലാ യതഅയ്യനു ജഅലുഹു സിലാഹൻ, അവനൊരിക്കലും അതിനെ സിലാഹ് തന്നെ ആക്കുമെന്ന്, ആയുധം തന്നെ ആക്കുമെന്ന് നിർണിതമല്ലല്ലോ. അവനത് വാങ്ങുന്നത് മറ്റുള്ള ആവശ്യങ്ങൾക്കുമാകാനുള്ള സാധ്യതയുണ്ടല്ലോ എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മഅഖൂദ് അലൈഹിയുടെ ഒരു നിബന്ധനയാണ് ആഖദീങ്ങൾ ആ വസ്തുവിനെ കാണണം എന്നുള്ളത്. ഒരു സാധനം കച്ചവടം നടത്തുകയാണെങ്കിൽ രണ്ടിടപാടുകാരും ആ വസ്തുവിനെ കണ്ടിരിക്കണം. റുഅയത്ത് നിബന്ധനയാണ്. ഓക്കെ, അപ്പോൾ കണ്ണു കാണാത്ത ഒരാളാണ് എങ്കിൽ അവന് എന്ത് ചെയ്യാൻ പാടില്ല? ആ സാധനം വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അതിനെ കാണാൻ കഴിയൂലല്ലോ. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സലമ കച്ചവടമൊക്കെ ഇനി പറയാനിരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ഇനി അടുത്തത് വസയത്തി ആഖിറൽ ബാബി, ഈ ബാബിൻ്റെ അവസാനത്തിലായി വരുന്നുണ്ട് അന്നഹു യസിഹു സലമുൽ അഅ്മ. ഓക്കെ, ഒരു അന്ധനായിട്ടുള്ള മനുഷ്യൻ സലമ കച്ചവടം നടത്തിയാൽ അത് ശരിയാകുന്നതാണ്. അതായത് ബിഖിലാഫി ബൈഇഹി ഔ ശിറാഇഹി, അവൻ നേരിട്ട് കച്ചവടം നടത്തുന്നതിന് എതിരായിട്ട്, അവൻ വാങ്ങുകയോ വിൽക്കുന്നതിനോ എതിരായിട്ട്. ഫലാ യസിഹു ലിഅദ്മി റുഅയതിഹി, അവനത് കാണാത്തത് കാരണത്താൽ അവൻ്റെ ബൈഅോ ശിറാവോ ശരിയാകുന്നതല്ല. അവൻ സലമ കച്ചവടം നടത്തുകയാണ് വേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഇനി വഫി ഷറഹുൽ മുഹദ്ദബി, ഷറഹുൽ മുഹദ്ദബിൽ ബഹുമാനപ്പെട്ട നവവി ഇമാം പറയുന്നുണ്ട്. എന്താണത്? അന്ന ബൈഅൽ മുസ്ലിമി അൽ മുസ്ഹഫ വ ശിറാഅഹു മക്റൂഹുൻ. ഓക്കെ, ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തിയാണെങ്കിലും അവൻ മുസ്ഹഫ് വാങ്ങലും വിൽക്കലും കറാഹത്തുള്ള കാര്യമാണ് എന്ന് ഷറഹുൽ മുഹദ്ദബിൽ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തി അവൻ കൂടുതൽ മഹാത്മ്യത്തോടുകൂടെ ബഹുമാനത്തോടുകൂടെ കൊണ്ടു നടക്കേണ്ട കാര്യമാണ്. അതൊരു വിൽപ്പനച്ചരക്കായിട്ട് കാണേണ്ട കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഷറഹുൽ മുഹദ്ദബിൽ അങ്ങനെ പറയുന്നത്. എന്നാൽ വഖീല, മറ്റൊരഭിപ്രായമുണ്ട്, യുക്റഹുൽ ബൈഉ, ഈ മുസ്ഹഫ് വിൽപ്പന നടത്തലാണ് കറാഹത്ത്, ദൂന ശിറാഇ, അത് വാങ്ങുന്നത് കറാഹത്തല്ല. അപ്പോൾ ഒരാളത് വിൽക്കുകയാണെങ്കിൽ അതിന് വാങ്ങൽ കറാഹത്തില്ല. പക്ഷെ അതിനെ ഒരു കമോഡിറ്റി ആയിട്ട് കണ്ടിട്ട്, അതിനൊരു വിൽപ്പനച്ചരക്കായി കണ്ടിട്ട് മുസ്ഹഫ് വിൽപ്പന നടത്തുന്നതാണ് കറാഹത്ത് എന്നുള്ള ഒരു ഖീല കൂടിയുണ്ട് എന്നർത്ഥം.